നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളുടെ അച്ഛനും അമ്മയും മോളെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ക്ഷേത്രത്തിലെ പൂജയിൽ പങ്കെടുക്കാനാണ്. മോളും ജഗനും തമ്മിലുള്ള വിവാഹം ഭംഗിയായി നടക്കാൻ വേണ്ടിയാണ് ഈ പൂജ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വന്ദനമ്മയുടെ കല്യാണം ഉറപ്പിച്ചു. അങ്കിള് വന്നില്ലല്ലോ. ദിയ മോൾ അങ്കിളിനോട് പിണക്കുവാ. ആരും അങ്കിളിനെ അറിയിച്ചില്ല മോളെ. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിളിച്ചറിയിക്കാറുള്ള മോളുടെ വന്ദനാമ്മ പോലും കല്യാണക്കാരെ അറിയിച്ചില്ല. അത് വന്ദനമ്മയ്ക്ക് അങ്കിളിനോടുള്ള പിണക്കം കൊണ്ടാ. ഓഹോ, എന്തിന്? എന്താ വന്ദനമ്മ കല്യാണക്കാരൻ ജഗനങ്ങളെ അറിയിക്കാത്തത്? വന്ദനമ്മ ഒന്നും പറയില്ല. വന്ദനമ്മയുടെ കല്യാണത്തിന് ജഗനങ്കിളിനെ ഈ ഞാൻ തന്നെ ഇപ്പറേ വിളിച്ചിരിക്കുന്നു. ജഗൻ, ക്ഷമിക്കണം. തെറ്റിദ്ധരിക്കരുത്. വിവാഹപ്രായം കഴിഞ്ഞ പെണ്ണ് അച്ഛനമ്മമാർക്ക് വലിയ ഭാരമാവും. ആ ഭാരം ഒഴിച്ചു കൊടുക്കേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു. അത് ബോധ്യപ്പെട്ടപ്പോഴാ വിവാഹത്തിന് സമ്മതിച്ചത്. അച്ഛനമ്മമാരുടെ വിഷമം കാണാൻ എനിക്ക് വയ്യ. അവരുടെ ഉള്ളിലെ പെടച്ചിൽ ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എല്ലാം അനുസരിക്കുന്ന ഒരു കല്യാണ പെണ്ണായി നിന്നു കൊടുത്തു. അതിനപ്പുറം ഒരു തീരുമാനം എന്റേതല്ല. അതുകൊണ്ടാ ഒന്നും വിളിച്ചറിയിക്കാതിരുന്നത്. നിങ്ങൾ ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. മരിക്കുവോളം എന്റെ മനസ്സിന്റെ ഒരു കോണിൽ ആ നന്ദി ഞാൻ സൂക്ഷിക്കും. ആകെ നിസ്സഹായ അവസ്ഥയിലായപ്പോ ഒരു പെണ്ണിന് അത് മാത്രമേ ചെയ്യാൻ കഴിയൂ. മോളെ, നമുക്ക് പ്രാർത്ഥിച്ചിട്ടിറങ്ങാം. ആഹാ, ജഗൻ ക്ഷേത്രത്തിൽ പോകാൻ റെഡിയായോ? മോനെ, ഞങ്ങളിപ്പോ വരാം. ഇരിക്കും. വാ. വന്ദനമ്മയ്ക്ക് അങ്കിളിനോടുള്ള പിണക്കൊക്കെ മാറി. എന്റെ വന്ദനമ്മ പാവം അങ്കിളെ. മോൾക്ക് ഈ കല്യാണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? വന്ദനമ്മേനെ ഇഷ്ടമാ എന്റെ ഇഷ്ടം. വന്ദനമ്മേനെ കെട്ടാൻ വരുന്ന അങ്കിള് സുന്ദരനാ. അങ്കിളിന്റെ അമ്മയും കൊള്ളാം. എന്നോട് വലിയ സ്നേഹം ആ മുത്തശ്ശിക്കും അങ്കിളിനും. പക്ഷെ എനിക്കിഷ്ടം വന്ദനമ്മയെ ജഗനങ്കിള് കല്യാണം കഴിക്കുന്നതാ. പക്ഷെ ഇനി അതിനാവില്ലല്ലോ. വന്ദനമ്മയ്ക്ക് ഏറ്റവും ചേരുന്നത് ജഗനങ്കിളാ. ജഗനങ്കിള് പാവാ എന്റെ വന്ദനമ്മേ. ഇറങ്ങ നീരുമാ.
ഞാൻ ബാഗ് എടുക്കാം. അങ്കിൾ മോളെ ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഹായ് ആന്റി. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? കുഴപ്പമില്ലായിരുന്നു. ഫ്ലൈറ്റ് 1 hour ലേറ്റ് ആയിരുന്നു. ഓ ആ മോളെ, മോള് വേഗം പോയി ഫ്രഷ് ആവും. നമുക്ക് ക്ഷേത്രത്തിൽ പോണം. ക്ഷേത്രത്തിലേക്കോ? അയ്യോ, ക്ഷേത്രം, അമ്പലം, ഇങ്ങനെ. അല്ല, മോൾക്കെന്താ ഒരു താല്പര്യമില്ലാത്ത പോലെ? അല്ല അങ്കിൾ, ഞാൻ സാധാരണ അമ്പലത്തിലൊന്നും പോകുന്ന പതിവില്ല. എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കിക്കൂടെ? അയ്യോ, അതെങ്ങനെ ഒഴിവാക്കാനാ? എന്താ മോളി പറയുന്നേ? മോളുടെ അച്ഛനും അമ്മയും മോളെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ക്ഷേത്രത്തിലെ പൂജയിൽ പങ്കെടുക്കാനാണ്. മോളും ജഗനും തമ്മിലുള്ള വിവാഹം ഭംഗിയായി നടക്കാൻ വേണ്ടിയാണ് ഈ പൂജ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെ, ആ ചടങ്ങിൽ മോള് നിർബന്ധമായിട്ടും പങ്കെടുത്തിരിക്കണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അതെ, വിളിച്ചാൽ വിളികേക്കുന്ന ദേവിയാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യത്തിലും ഗുണമേ ഉണ്ടാവും. മനസ്സിലായോ സുമി? മനസ്സിലായി. അങ്കിള് എനിക്കും ദേവിക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്റർ ആണെന്ന് മനസ്സിലായി. തമാശക്കാരി, തമാശക്കാരി. അല്ല, മോള് രാവിലെ അച്ഛനെ വിളിച്ചായിരുന്നോ? ഇല്ല. അയ്യോ, വിളിക്കണം. ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് അച്ഛനെ വിളിച്ച് അനുവാദവും അനുഗ്രഹവും വാങ്ങിയിരിക്കണം. മോള് വിളിക്ക്. ഫോൺ ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് അച്ഛാ. ജഗന്റെ വീടും ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനിതുവരെ ജഗന് മാത്രം കണ്ടില്ല അച്ഛാ. കാണാൻ കഴിയില്ല. അങ്ങനെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വ്യക്തിയല്ലല്ലോ ജഗൻ. വളരെ തിരക്കുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ. ഹാൻസം ആൻഡ് സ്മാർട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.